ഇന്ന് വൈകുന്നേരമാണ് രണ്ട് പോലീസുകാർ സിദ്ദിഖാപ്പൻ്റെ വീട്ടിലേക്ക് വരുന്നത്. സിദ്ദിഖാപ്പൻ രാത്രി ഇവിടെ ഉണ്ടാകുമ്പോൾ മലപ്പുറത്തു നിന്നുള്ള പോലീസുകാർ പരിശോധനയ്ക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി 12 മണിക്ക് ശേഷമാണ് അവർ പരിശോധനയ്ക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസുകാർ ഇവിടെ വന്നതും അന്വേഷിച്ചു പോയത്. പക്ഷേ എന്തിനു വേണ്ടിയാണ് സിദ്ദിഖാപ്പനെ തേടി അവരെത്തുന്നതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സിദ്ദിഖാപ്പനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപ്പം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ഇവരോട് നേരിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് പോലീസ് വരുന്നതെന്ന് സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല. അവരൊരു 6:20 ആയിട്ടുണ്ട് സമയം. ആ സമയത്താണ് വരുന്നത്. 2 പോലീസുകാർ വരുന്നു. പോലീസുകാർ വേങ്ങര നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. ഈ ഇടയിലുള്ള എല്ലാ ആളുകളോടും എൻ്റെ വീട് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഭീതി ജനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണോ എന്നറിയില്ല. ഇവിടെയൊക്കെ വന്നിട്ട് ആളുകളോട് എല്ലാവരും ചോദിച്ചിട്ടാണ് വീട്. വേങ്ങര പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരനെ എൻ്റെ വീട് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ഇതാണല്ലോ. ഇത്രയും വലിയൊരു പ്രമാദമായ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെ വീട് അറിയാൻ അവർക്ക് എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. പക്ഷേ നാട്ടിലുള്ള എല്ലാ ആളുകളോടും ചോദിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വഴിയിൽ എല്ലാ ആളുകളോടും ചോദിക്കുന്നുണ്ട്. എല്ലായിടത്തും വണ്ടി നിർത്തി ചോദിക്കുന്നു. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് വരുന്നത്. 6:20 ഏകദേശം 6:19 കറക്റ്റ് സമയം 6:19 ആകുന്ന സമയത്താണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞു. പക്ഷേ അവർ കയറിയിരിക്കാൻ തയ്യാറില്ല. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. നിങ്ങളാണ് സിദ്ദിഖാപ്പൻ എന്ന് ചോദിച്ചാൽ അതെ ഞാനാണ് സിദ്ദിഖാപ്പൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ 12 മണിക്ക് ശേഷം. ഞാൻ ചോദിച്ചു എന്താണ് 12 മണിക്ക് ശേഷമാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു വല്ല ED-യോ NIA-യോ അല്ലെങ്കിൽ വല്ല റെയ്ഡോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറസ്റ്റ് വാറണ്ടോ റെയ്ഡിൻ്റെ എന്തെങ്കിലും വാറണ്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സാധാരണ ചെക്കിങ്. അവർ ഉപയോഗിച്ച വാക്കാണ് ചെക്കിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്തിനാണ് അന്നേരത്തെ ചെക്കിങ് ഈ സമയത്താവാമല്ലോ. അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാടൊന്നും വിട്ടു പോയിട്ടില്ല എന്നുള്ള അറിയാനാണെങ്കിൽ ഞാനിവിടെ നിലവിലുണ്ട്. 12 മണിൻ്റെ ശേഷം ഞാൻ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു അവരുടെ ഒരു എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതൊരു അസ്വാഭാവികതയാണ്. ഇവരൊന്ന് സാധാരണ പരിശോധന ചെക്കിങ് എന്നാണ് പറയുന്നത്. സാധാരണ ചെക്കിങ് 12 മണിക്ക് രാത്രി 12 മണിക്ക് ശേഷമാണ്. ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ്. എൻ്റെ മക്കളുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ 1 മണിയാകാനായി ഏകദേശം സമയം രാത്രി. ഞാൻ അപ്പോൾ അവരെ കാത്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വസ്ഥതയും കെടുത്തലാണോ 6:20 വന്നിട്ടെന്നാൽ അപ്പം തന്നെ അവർക്ക് വരാമല്ലോ. ചെക്കിങ് സാധാരണ ചെക്കിങ് ഞാൻ ഇവിടെ ഉണ്ടോ എന്നുള്ള അറിയാമെന്നുള്ള ചെക്കിങ് ആണെങ്കിൽ ആ സമയം തന്നെ മതിയല്ലോ. അവർ വീടിൻ്റെ പുറത്ത് വന്ന് ചോദിച്ച് പോവുകയാണ്. അതെ 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 ഞാൻ പുറത്ത് മുറ്റത്ത് വരെ എത്തിയിട്ടുള്ളൂ. ഇങ്ങോട്ട് കടന്നിട്ടൊന്നും ഞാൻ കടന്നിരിക്കാൻ പറഞ്ഞു, കടന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒന്നും പറയാത്ത രീതിയിൽ ഒന്നും വിട്ടു പറയാത്ത രീതിയിലുള്ള ഇതാണ്. സാധാരണ ഇപ്പോൾ ഈ ജാമ്യത്തിലുള്ള ആളുകളൊക്കെ വർഷത്തിലൊരിക്കലൊക്കെ അവരെ ഒന്ന് വന്ന് കണ്ട് കാണലൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ഈ രാത്രി 12 മണിക്ക് ശേഷമല്ലല്ലോ വരേണ്ടത്. ഒരു കുടുംബമായിട്ട് ഞാനൊരു സിംഗിളായിട്ട് ബാച്ചിലറായിട്ട് താമസിക്കുന്ന ആളാണെങ്കിൽ തിരക്കിടില്ല. എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. അവരൊക്കെ വിദ്യാർത്ഥികളാണ്, പഠിക്കുന്നവരാണ്. എക്സാമും ഇതൊക്കെ നടക്കുന്ന ഈ സമയമൊക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവർ ഇവിടെ വീട്ടിൽ വന്നിട്ട് 12 മണിക്ക് ശേഷം വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് 6 മണിക്ക് 2 ദൂതന്മാരെ അയക്കുന്നു. ഒരാൾ മലപ്പുറത്തു നിന്നുള്ള ആളാണെന്ന് പറയുന്നു, ഒരാൾ വേങ്ങരയുള്ള ആളാണെന്ന് പറയുന്നു. അവർ എനിക്ക് നമ്പറും തന്നു കേട്ടോ. ഞാൻ ആ നമ്പർ അപ്പം തന്നെ എൻ്റെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, ദാനിഷ് ഉണ്ടായിരുന്നു, ദാനിഷിന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മോട് പറയാൻ പറ്റാത്തുള്ള കാര്യം ഈ അഡ്വക്കേറ്റിന് പറയാൻ കിട്ടുമല്ലോ. അത് വെച്ചാൽ അഡ്വക്കേറ്റ് വിളിച്ചു പോകുമ്പോൾ പറഞ്ഞ് ഒരു സാധാരണ ചെക്കിംഗ് ആണെന്നാണ് പറയുന്നത്. ഈ സാധാരണ ചെക്കിംഗ് എങ്ങനെയാണ് 12 മണിക്ക് രാത്രി 12 മണിക്ക് ശേഷം അവർ കറക്റ്റ് പറയുന്നുണ്ട്. 12 മണി എന്നല്ല പറയുന്നത്, ആഫ്റ്റർ 12 o'clock 12 മണിക്ക് ശേഷം എന്നാണ് പറയുന്നത്. എനിക്ക് അതിലൊരു ഒരു അസാധാരണത്വമായി തോന്നുന്നത്. ഇപ്പം ഇതുവരെ വന്നില്ല 12 മണിക്ക് ശേഷം എന്ന് പറയുന്നു. ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും സമയങ്ങൾ അറിയില്ല. നമ്മളിവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ അവരെപ്പോൾ വന്നാലും നമ്മൾ റെഡിയാണ്. നമ്മളിപ്പോൾ എന്താ ഒളിച്ചോടാനൊന്നുമില്ല. ഞാനിവിടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഒരു വ്യക്തിയാണ്. ഞാൻ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ വ്യക്തിയാണ്. ഞാൻ എന്താ പറയുക കാപ്പ ചുമത്തിയ ഏതോ പ്രതിയായി നാട് കടത്തപ്പെട്ട പ്രതിയൊന്നും അല്ലല്ലോ. ഞാനിവിടെ പബ്ലിക് ഡൊമൈനിൽ പരസ്യമായിട്ട് ഇവിടെ സമൂഹത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ 12 മണിക്ക് ശേഷം ഞാൻ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ ചെക്കിങ്ങിന് വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിലൊരു നിഗൂഢതയോ അല്ലെങ്കിൽ ഒരു എന്താ ഒരു ലക്ഷ്യമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദാനിഷിനെ വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും. ഇപ്പോൾ ഇതുവരെ എൻ്റെ വീട്ടിൽ എൻ്റെ അയൽപക്കത്തുകാരുള്ള ആളുകൾ മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് വരികയാണെന്ന് വെച്ചാൽ അവരെ കാണാൻ വേണ്ടിയിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയൽപക്കത്തുള്ള ആളുകൾ മുഴുവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് ഇങ്ങനത്തെ ഈ ഉമ്മാക്കി കാണിച്ചു വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്ന് പേടിച്ച് അങ്ങോട്ട് വിറച്ച് കൊഞ്ഞു ആടുന്ന പോലീസ് വിചാരിക്കരുതെന്നാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇപ്പം ഏതാണ്ട് 1 മണിയായി സമയം. ഇപ്പോഴും ഇവർ കാത്തിരിക്കുകയാണ്. അല്പം മുമ്പ് വരെ ഇവിടെ അയൽവാസികളായ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 12:30 ആയിട്ടും 12:45 പോലീസിനെ കാണാതെ ആയതോടുകൂടിയാണ് പിന്നെ അവരൊക്കെ പോയത്. പക്ഷേ ഇവർക്ക് ഇപ്പോഴും
ഉറങ്ങാൻ കഴിയില്ല. ഇവരിപ്പോൾ 1 മണിയായിട്ടും കാത്തിരിക്കുകയാണ്. 12 മണിക്ക് ശേഷം പോലീസ് എത്തും എന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ്. ആശങ്കയുണ്ടോ? വലിയ ആശങ്കയുണ്ടോ? ഇല്ല, നമുക്ക് ഇങ്ങനെ ചുറ്റുപാടിലൊക്കെ സംഭവിക്കുന്നവരെന്ന് കാണുമ്പോഴേ പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കാന്ന് പറയില്ല. നിസ്സാരമൊക്കെ നമുക്ക് തോന്നണില്ല. എന്ന് വെച്ചാൽ നിസ്സാരമായ ഒരു കാര്യത്തിനാണ് 2.5 വർഷം ഞാൻ അനുഭവിച്ചത്. അപ്പോൾ അതിലപ്പുറം ഇനിയും സംഭവിക്കാം എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. അവർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? രാത്രി വരാം പോലീസുകാർ വരും. എവിടെ നിന്നുള്ള പോലീസുകാരാണെന്ന് പറയുന്നത്? മലപ്പുറത്തു നിന്നും വേങ്ങരയിൽ നിന്നുള്ള ഓരോ പോലീസുകാരാണ്. മലപ്പുറത്തു നിന്നാണ് ഇനി 12-ന് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ചു, ഞാനും ചോദിച്ചു, UP പോലീസാണോ വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കേസ്, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് അവർ മലപ്പുറത്ത് പോലീസാണ് വരിക എന്ന് മാത്രം പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പരിശോധനയ്ക്ക് അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല, അതിനപ്പുറം ഒന്നും പറഞ്ഞില്ല. അതാണ് നമ്മൾ ആശങ്കപ്പെടുത്തുന്നത്, എന്തിനു വേണ്ടിയാണ്. കൃത്യമായിട്ടുള്ളൊരു മറുപടി തന്നില്ല. അതുകൊണ്ടാണ് ഒന്ന് ഇങ്ങനെ പേടിച്ചത്. ഈ സമയത്തായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വിഷയമല്ല. അങ്ങനെ വരാറുണ്ട് പോലീസ് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ. അന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടുന്നൊരു ഇതുണ്ടായിരുന്നു തിങ്കളാഴ്ചകളിൽ. അപ്പോൾ ഈ ആളിവിടെ ഉണ്ടോ എന്ന് നിലവിലുണ്ടോ എന്ന് നോക്കൽ അവർ വരലുമുണ്ട്. സാധാരണ അതൊരു വിഷയമായിട്ട് ഞങ്ങൾക്ക് തോന്നാറുമില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് രാത്രി 12 മണിൻ്റെ ശേഷം ഇപ്പം എന്താ എന്നുള്ളതിലാണ് ആശങ്ക ഉണ്ടായത്. അതായത് നിങ്ങളുടെ വീട്ടിൽ നേരത്തെയും വേങ്ങര പോലീസ് വന്നിട്ടുണ്ട്, ഫോട്ടോ എടുക്കലുണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഒരു 6 മാസത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതൊരു നിലവിൽ ഈ ഒരാളുണ്ടോ എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര ആഴ്ചയിൽ അന്നുണ്ടായിരുന്നു, ആഴ്ചയിൽ ഒപ്പിടണം. അതിപ്പോൾ ഇല്ലാതായി, ഇപ്പം അതില്ല. അപ്പോൾ അവർക്ക് കാണുന്നതിനോ ഞങ്ങളവിടെ പോകുന്നതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. പോവാ, അവർ വിളിക്കുന്നിടത്ത് പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ 12 മണിക്ക് ശേഷം ചെക്കിങ്ങിന് വരും എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു വിഷയം ഉണ്ടെന്ന് തോന്നി. അതോടൊപ്പം തന്നെ പലതവണ ഈ വീട്ടിൽ വന്ന പോലീസാണ് ഇപ്പോൾ ഇന്ന് ചോദിച്ചു വന്നത്. അതിലേത് പോലീസ് നമുക്കറിയില്ല കേട്ടോ. ആദ്യം വന്നവരാണോ ഇപ്പോൾ വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ അവർ ഒരുപാട് മോന് പുറത്തിറങ്ങിയപ്പോൾ മോൻ്റെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ട് ഉമ്മൊക്കെ പേടിച്ച് പോയി. സാധാരണ സ്ത്രീകളാണല്ലോ, അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്ക് ആദ്യമായിട്ടാണ് വരുന്നതെന്നോ ഒന്നും അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കായിരുന്നു എവിടെയാണെന്ന് വീടാന്ന് ചോദിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീൽ കൂടി ഇപ്പോൾ നമ്മളിപ്പം ചേരുകയാണ്. അതായത് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിന് പിന്നിൽ നിന്നാണ് കരുതുന്നത്? പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്ക് വൈകിട്ടാണ് ഇവരുടെ ഒരു കോൾ കിട്ടുന്നത്, ഇങ്ങനെ 2 പോലീസുകാർ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ഉടനെ തന്നെ UP നമ്മുടെ കേസ് നടത്തുന്ന ടീം ഓഫ് ലോയേഴ്സായിട്ടും ഡൽഹിയിലെ നമ്മുടെ സീനിയറായിട്ടൊക്കെ സംസാരിച്ചു. എന്തെങ്കിലും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു സമയത്ത് അന്വേഷിക്കേണ്ട ഒരു അസാധാരണ സാഹചര്യത്തെക്കുറിച്ച് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്ക് വിവരം തന്ന സമയത്ത് തന്നെ ഇവിടെ വന്ന് അന്വേഷിച്ച പോലീസുകാരിൽ ഒരാളുടെ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. വ്യക്തമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം 12 മണി കഴിഞ്ഞ് വരും, റൂട്ടീൻ പരിശോധനയാണ്. അപ്പോൾ ഞാനത് ചോദ്യം ചെയ്തു, എന്താണ് ആ സമയം, എന്താണ് കാര്യം, ഏത് ഏജൻസിയാണ് വരുന്നത്, ഏതെങ്കിലും സെൻട്രൽ ഏജൻസിയാണോ, എന്ത് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഒരു അവ്യക്തമായ മറുപടി കിട്ടുന്നതായിട്ടാണ് മനസ്സിലായത്. എന്തിനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ കേസ് നമുക്കറിയാം. അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ അവൈലബിളായ, കാണാൻ പറ്റുന്ന, വിളിക്കാൻ പറ്റുന്ന ഒക്കെ ആളാണ്. ജാമ്യം ലഭിക്കുന്ന സമയത്ത് തന്നെ ജാമ്യ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അന്വേഷണവുമായി സഹകരിക്കുക എന്നുള്ളത് അതിലൊരു വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് വന്ന് തിരക്കേണ്ട, വീട് പരിശോധിക്കേണ്ട യാതൊരു സാഹചര്യം നിലവിൽ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശങ്ക കുടുംബം പങ്കുവച്ചു എന്നുള്ളതാണ്. അതായത് എന്തിനാണെന്നുള്ള ഒരു വ്യക്തതയില്ല. അത് പിന്നെ ഇപ്പം പോലീസ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ചോദിച്ചറിയാൻ പറ്റൂ. തീർച്ചയായിട്ടും നമ്മൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളം മുമ്പാണ് അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയത്. ശേഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിലവിലുണ്ടായിരുന്ന ജാമ്യ വ്യവസ്ഥകൾ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിലാക്സ് ചെയ്ത് കൊടുത്തു, ലഘൂകരിച്ചു കൊടുത്തത്. വേങ്ങര പോലീസ് സ്റ്റേഷനിൽ വീക്ക്ലി ഒപ്പിടുന്നത് ഉൾപ്പെടെ ലഘൂകരിച്ചു കൊടുത്തത്. അപ്പോൾ പോലീസുകാർക്ക് തന്നെയും അറിയാം, കേസ് കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേഷൻ പരിധിയിലുള്ളവർക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് വരികയും കുടുംബത്തെ ആ അർത്ഥത്തിലൊരു ആശങ്കയിലാക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. എല്ലാ അർത്ഥത്തിലും അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരാളെ ഈ ഒരു സമയത്ത് പരിശോധനയ്ക്ക് വേണ്ടി നിർബന്ധിക്കുന്നത്, വക്കീൽ വിളിക്കുമ്പോഴും അവരോട് പറയുമ്പോഴും കൃത്യമായിട്ട് ആഫ്റ്റർ 12 എന്ന് പറയാണ്. അതൊരു മിസ്ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിട്ടുള്ള ഒരാളെ എന്തിനാണ് അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലീസ് വരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ 1 മണി പിന്നിട്ടു, പക്ഷേ ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഏതായാലും ഈ കുടുംബം ആശങ്കയോടെ തന്നെ
പോലീസ് വരുമോ എന്ന ആശങ്കയിൽ ഇപ്പോഴും ഇവിടെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ പ്രധാനപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് അവർ വരുന്നത് എന്നുള്ളൊരു വ്യക്തമായ ഉത്തരം ഇപ്പോഴും ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനോ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനി പോലീസ് വരികയാണെങ്കിൽ അവരിൽ നിന്നെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആശങ്ക അകറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഉറക്കമൊഴിച്ച് ഇപ്പോഴും ഈ കുടുംബം ഇവിടെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. നിതീഷ് ഗോപിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.